ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധു മാമോസിൻ്റെ ഒരു ഹാപ്പി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഇത് സമ്മതിക്കുകയല്ലോ, എന്താ പറയുന്നത്, വയ്യാഴികളൊക്കെ മാറി 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 വരുന്നത് കേട്ടോ. ഈ കുഞ്ഞി കുഞ്ഞി ചുമയുണ്ട്, ആ സാരമില്ല. അപ്പോൾ ഇപ്പം രാവിലെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇച്ചിരി കുഞ്ഞു കുഞ്ഞു പണികളും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോഴത്തേക്ക് ഇന്ന് എന്നാ ദിവസം എന്ന് പറയുന്നത് ജൂൺ 5 കേട്ടോ. വലിയ കാര്യമായിട്ടുള്ള പണികളൊന്നും ഇന്നും കൂടെ വേണ്ടാന്ന് വിചാരിച്ചു. നാളെ മുതലെല്ലാം ഒന്ന് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേനും രാവിലെ തന്നെ വെളുപ്പിനെ തന്നെ സജി പണിയാനായിട്ട് വന്നിട്ടുണ്ട് അപ്പുറത്ത്. അപ്പോൾ അവൻ എനിക്കൊരു നല്ല അടിപൊളി തൈ കൊണ്ട് തന്നിട്ടുണ്ട്. ഇന്ന് എന്നാ ദിവസമാണ്. അപ്പോൾ ഇന്നെല്ലാവരും ഒരു കുഞ്ഞി തൈയാണെങ്കിലും വെക്കേണ്ട ഒരു ദിവസമാണെന്നല്ല, എന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, ഇന്ന് തന്നെ വെക്കണമെന്ന്. പക്ഷേ ഇങ്ങനെ ഒരു ദിവസം ഇതിനായിട്ട് കരുതി എല്ലാവരും അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടല്ലേ, ആക്കി തീർത്തിട്ടുണ്ടല്ലേ. അപ്പം നമ്മളൊരു കുഞ്ഞി തൈയൊക്കെ വെച്ചാലും നല്ല കാര്യമാണ്. അപ്പം എനിക്ക് എന്തിനാ തൈ കൊണ്ട് തന്നേക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കൊണ്ട് വെച്ചിട്ടുണ്ട്, അവൻ സജി കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കുഴിച്ച് വെക്കണം. ഇവിടെ വെച്ചാൽ മതി കേട്ടോ. ആൻറ്റി എന്നൊക്കെ പറഞ്ഞ സ്ഥലമൊക്കെ അവൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നടണം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇച്ചിരി നേരം ഇങ്ങനെ ചുമ്മാ ഇരുന്നപ്പോഴത്തേക്കും സൂസമ്മ ചേച്ചി വിളിച്ചു കേട്ടോ. എടി വെച്ചാൽ നീ വീട്ടിലുണ്ടോ? ഞാൻ പറഞ്ഞാൽ ഉണ്ട് ചേച്ചി. എന്നാ എന്നാൽ ഇങ്ങോട്ടേക്ക് കയറി വാ, അവിടെ ചക്ക വെട്ടി വെച്ചേക്കുന്നു. ഞാൻ പറഞ്ഞാൽ എന്നാൽ വരാവേ എന്ന് പറഞ്ഞു. ഈയുടെ നീ താഴ്ത്തുകാരോട് പറയണം, കല്യാണം വീട്ടി പ്രിൻറ്റുവിനോടും പറയണം കേട്ടോ. 3 പേർക്കും മുറിച്ചിവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ശരി, ഞാൻ പറയാതെ പറഞ്ഞു. ഒരു കുഞ്ഞ് സാധനം എടുത്താലും ഉണ്ടല്ലോ, ഉണ്ടെങ്കിൽ അവരതെല്ലാവർക്കും ഷെയർ ചെയ്യും കേട്ടോ. ഈ ഒരു പരിസരത്തെ വെച്ച്, ഈ ഒരു അയൽവക്കത്തെ, ഈ ഒരു പ്രദേശം ഞങ്ങളുടെ അയൽവക്കത്തെ വെച്ച് നോക്കിയാൽ സൂസമ്മ ചേച്ചിനെ അപ്പച്ചേട്ടനെയും കണ്ടുപിടിക്കണം. അതുകൊണ്ട് തന്നെ സതീശൻ ചേട്ടനും കേട്ടോ. സതീശൻ ചേട്ടനും ചക്കയൊക്കെ ഉണ്ടെങ്കിൽ മുറിച്ച് എല്ലാവരും വീടുകളിൽ കൂടെ കൊണ്ട് കൊടുക്കും കേട്ടോ. സൂസമ്മ ചേച്ചി അപ്പച്ചേട്ടനും അതെ. അപ്പം ഞാൻ ഇപ്പോഴേ ഈ ചുവന്നോണ്ട് തരം ഇച്ചിരി കുറഞ്ഞു. കഴിഞ്ഞ ദിവസം ഈ ചക്കപ്പഴം കൊണ്ട് ചുവന്നോണ്ട് തന്നായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആർക്കെങ്കിലും ഒരാൾക്കൂടെ കൊടുക്കാനായിട്ടുള്ള ഒരു വലിയ മനസ്സുള്ള ഒരു വ്യക്തികളാണ് കേട്ടോ അപ്പച്ചൻ ചേട്ടനും സൂസമ്മ ചേച്ചി. പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്തുണ്ടായാലും നമുക്ക് തന്നെ അങ്ങോട്ട് ഇതാക്കാന്നാണല്ലോ ഇന്നത്തെ ഒരു എല്ലാം. എനിക്ക് തൂമ്പടസമാണല്ലോ ഒരു പരിധി വരെ. പക്ഷേ ഒന്നും കൊടുക്കുന്നില്ല. നമ്മുടെ ഇവിടെ എന്നാ കൊടുക്കാനുള്ളത് ഒന്നും കൊടുക്കുന്നില്ല. പക്ഷേ അവിടെ ഒരു കാച്ചിലോ ചേമ്പയോ ചേനയോ ഒരു വാഴക്കായോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് തരും കേട്ടോ. എന്നെന്ന് വെച്ചാൽ കൂടുതലേറെ സ്ഥലം ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് ചോദിച്ചു കാപ്പി കുടിച്ചോ നീയോ? ഞാൻ പറഞ്ഞു കുടിച്ചു. അല്ലെങ്കിൽ കയറി വാ, നീ ഇങ്ങോട്ട്, നീ കഴിക്കണ്ട അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വാ, ഇവിടെ കേരക്കറിയുണ്ട്, നമുക്ക് കേരക്കറിയും കൂട്ടി ഇച്ചിരി കപ്പ കഴിക്കാം. ഞാൻ കപ്പ കഴിക്കാൻ തുടങ്ങുക, കയറി വാടി, നമുക്ക് 2 പേർ കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാതെ. എൻ്റെ ദൈവം, ഞാൻ പറഞ്ഞു ഞാൻ കഴിച്ചോ സുദ്ദേശി കഴിച്ചു, ഞാനിപ്പോൾ കയറി വന്നേക്കാന്ന് പറഞ്ഞു കേട്ടോ. എന്നാൽ താഴത്തെ വീട്ടിൽ അവിടെ ഇവിടെ പറഞ്ഞിട്ട് പോരാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും അപ്പുറത്തും ഇപ്പുറത്തും ഒന്ന് പറഞ്ഞിട്ടും കൂടെ പോകാം. അവരും വന്ന് എടുത്തോണ്ട് പോട്ടെ, നമുക്കും പോയി എടുത്തോണ്ട് വരാം. പച്ചച്ചക്ക കണ്ടാൽ പിന്നെ നമുക്ക് ഒരു രക്ഷയില്ല. വേറെ വീട്ടിൽ ഒരു സാധനം തീറ്റ വേണ്ട തരും. എങ്ങനെയെങ്കിലും ഇച്ചിരി ചൊട്ടും. പക്ഷേ ചക്ക സമയമാകുമ്പോൾ ഞാൻ വീണ്ടും അതിന് 4 ഇരട്ടിയാവും. എന്താ എല്ലാവരും ഇങ്ങനെ പറയും കേട്ടോ. വീട്ടിലാണല്ലോ അതെ, അമ്മ ആണെങ്കിലും അതെ. ഒരുമാതിരിപ്പെട്ട നമ്മുടെ ഇടുക്കിയല്ല മലയാളികൾക്ക് ഏകദേശം ഇടുക്കിയിലൊക്കാരാന്ന് തോന്നുന്നു കൂടുതലും അല്ലേ. ചക്ക സീസണായി കഴിഞ്ഞാൽ പിന്നെ എന്നും ചക്കയായിരിക്കും. ഒരു ഇതും ഇല്ലാത്ത സംഭവമല്ലേ. അതുപോലെ തന്നെ ഒത്തിരി ഗുണങ്ങൾ അടങ്ങിയതുമാണ് അല്ലേ. ചുമ്മാ വിഷമൊന്നും ഇല്ലാത്ത സാധനമല്ലേ. അപ്പം പോയി മേടിച്ചുകൊണ്ടൊക്കെ വരാം. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എനിക്ക് എന്നാ തയ്യാ തന്നേക്കുന്നതെന്ന് കേട്ടോ. വാ, ഇതന്നെ എനിക്ക് സജി കൊണ്ട് തന്നേക്കുന്ന തൈ കേട്ടോ. ഇതെന്നാന്നറിയുക, മുള്ളാത്താന്ന് പറയുന്ന ഒരു തയ്യാന്നാണ് പറഞ്ഞത്. മുള്ളാത്താന്ന് പറയുന്ന ഒരു ഫ്രൂട്ട്സ്. അപ്പം സജിനോട് പറഞ്ഞു വേണ്ട ഇവിടെയായിട്ട് നട്ടു വെക്കണമെന്ന് പറഞ്ഞാൽ താഴെ കേട്ടോ. നേരെ ഫ്രണ്ടിൽ നടണ്ട, ഇച്ചിരി അങ്ങോട്ടേക്ക് മാറി നടണം എന്ന് പറഞ്ഞിട്ടൊക്കെ പോയിട്ടുണ്ട്. അവനോട് ഒന്ന് പണിയുന്നുണ്ട്. അവനോട് പറഞ്ഞാൽ അവൻ നട്ട് തരും. പിന്നെ ഇത് ഒരു കുഞ്ഞു കുഴി കുഴിച്ചിട്ട് നടാന്ന് കേസേ ഉള്ളൂ. അതുകൊണ്ട് നടാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. സൂസമ്മ ചേച്ചിയുടെ അവിടെ വന്നു. സൂസമ്മ ചേച്ചി ചക്ക വെട്ടി, ഞാൻ അടത്തി, ഇന്നെ പെറുക്കിയെടുത്തു. കുരുമുളക് ഉണ്ട്, ഇപ്പോഴും ഉണ്ട് കുരുമുളക് ചില സമയത്ത് കേട്ടോ. കണ്ടോ അവിടെ നിന്ന് കണ്ട അപ്പച്ചേട്ടൻ പണിതെടുത്തുനിന്ന് കുറച്ചുകൊണ്ട് വന്നേക്കുന്നു കേട്ടോ. അപ്പച്ചേട്ടൻ രാവിലെ തന്നെ പണിയാട്ടോ. കണ്ടോ കാമ്പിട്ടേക്കുന്നുണ്ടോ, നീറ്റാക്കിയിടും, ഒരു കരികൾ പോലും ഇല്ലാതെ. ചേച്ചിയുടെ പോയി ചക്കയൊക്കെ വെട്ടി നടത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്നെ അടി കറിയെന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടായിക്ക് പോർക്ക് കറി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് നിനക്കെന്നെ കറിയുന്ന ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി ഉണക്കമീനും വല്ലതും ഞാൻ വറക്കും ചേച്ചിന്ന്. അപ്പോൾ പറഞ്ഞു അങ്ങനെ എൻ്റെ മോൻ കൊണ്ടുപോയി കേരക്കറി കുടിക്കണം പറഞ്ഞു. കേര മീൻകറിയും കടച്ചക്ക തോരനും ആയിരിക്കും കേട്ടോ സ്പെഷ്യൽ. പിന്നെ ഇതെന്നാണെന്നറിയോ, നമ്മുടെ ചീരയാണ് കേട്ടോ. ഇതിന് കരിയാപ്പല ചീര എന്നാണ് ഇവിടെ പറയുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചീരയാണ് കേട്ടോ. അപ്പം നേരത്തെ നമ്മുടെ പറമ്പിൻ്റെ സൈഡിലുണ്ടായിരുന്നല്ലോ,
ഈ കരിയാപ്പലശ്ശേരി നമ്മുടെ പറമ്പിൻ്റെ അതിരേ നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആഴ്ച പറിച്ച് തോരൻ വെക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചേട്ടായിക്ക്, പക്ഷേ ഇത് ഇഷ്ടമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അത് നമ്മൾ വഴിയുടെ ആവശ്യത്തിന് അവിടെ അവർക്ക് കോൺക്രീറ്റ് ചെയ്യാൻ നേരത്ത് നമ്മളതെല്ലാം നശിപ്പിച്ച് പറിച്ച് കളഞ്ഞു കൊടുത്തായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അതെല്ലാം നശിച്ചുപോയി, ഇപ്പം ഇല്ല നമുക്ക്. അപ്പോൾ എനിക്ക് അപ്പച്ചൻ ചേട്ടൻ ഈ കമ്പ് പൊട്ടി തന്നു. ഞാൻ ചോദിച്ചപ്പം അവിടുന്ന് കൊണ്ട് നട്ടതായിരുന്നു നേരത്തെ. അപ്പം ഞാൻ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിസ്ഥിതി ദിനമായ ഇന്ന് ചീര നടാൻ പോകുന്നു. അതുപോലെ തന്നെ സജി കൊടുത്തത് തൈ നടാൻ പോകുന്നു. വേലിച്ചീര കുത്താൻ വേണ്ടിയിട്ട് ഞാൻ ചീരയുടെ തണ്ടെല്ലാം റെഡിയാക്കി സെറ്റാക്കി മുറിച്ചെടുത്തു. ഇനി നമുക്ക് സൈഡിൽ കൂടെയൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ കുത്തി വെച്ചാൽ മതി, അത് തന്നെ കിളുത്ത് കയറിക്കോളും. നമുക്ക് ആഴ്ച പറിച്ച് തോരൻ വെക്കുകയും ചെയ്യാം കേട്ടോ. വേലി ഉണക്ക് നിൽക്കുകയും ചെയ്യും, സൂപ്പറാണ്. അപ്പോൾ കൊണ്ട് നടാ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സജി തൈ. സജി എന്നോട് പറഞ്ഞു ഇവിടെ നടാനാട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ നടാൻ പോകും. അത് അയ്യോ, കൂട് കട്ട് ചെയ്യാൻ വേണ്ടി കത്തി എടുത്തിട്ട് വന്നില്ല. സാരമില്ല, ഇവിടെ നടാനോ നടാനേ. കർഷകശ്രീ പറഞ്ഞു കേട്ടോ, കർഷകശ്രീ. എന്നെ ഇച്ചിരി വളമൊക്കെ ഉണ്ടെന്ന് ഇട്ട് കൊടുത്തിട്ട് വരേണ്ടിയതാണ്. പക്ഷെ നമ്മുടെ ഈ വളമൊന്നും ഇല്ല. നല്ല നോക്കുന്നുണ്ടോ ഞാൻ നമ്മളൊരു പണിക്കാരി പണി ഇറങ്ങിയിരുന്നല്ലേ. അപ്പം കുഴി കുഴിച്ചിട്ടുണ്ട്, മതി. അതിനുള്ള പരിപാടി നടന്നാൽ മതി. എന്നിട്ട് ഇത് നമുക്ക് ഇവനെ എടുത്തുകൊണ്ട് കൊണ്ടുപോയി ഉമ്മ പറഞ്ഞതാണ്. ഞാനോർത്ത് എന്നാ പറ്റിയേന്. നമുക്കിതിനെ എടുത്തുകൊണ്ട് പോയി ഇഷ്ടം പോലെ പഴം ഉണ്ടാകണേ എന്നൊക്കെ പ്രാർത്ഥിച്ച്. അപ്പം ചുമയാ അപ്പം ചേട്ടാ നോക്കണോ? ഞാനേ ഒരു തൈ വെക്കുവാ. ഇത് ഒരു പഴത്തിൻ്റെ തൈയാ. അപ്പം സിഞ്ഞേട്ടനോടാണ് നമ്മൾ ഈ സ്ഥലം മേടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം സിഞ്ഞേട്ടൻ നോക്കുന്നേ ഇവിടെ തന്നെ ഈ ചെയ്യുന്നതാണ്. അപ്പം ഞാനോട് പറയുമായിരുന്നു നടുവാണ്. അതിനകത്തെ ആ മണ്ണ് ചൂട്ടി തന്നെ ഇടാം. എന്നിട്ട് നമുക്ക് തൂമായിട്ട് തട്ടിക്കൂട്ടി എന്നാണ്ട് വിളിച്ചു പറഞ്ഞോണ്ട് പോകുന്നു. എന്നാണ്ട സാധനം അയ്യോ സോറി, ചവിട്ടി എന്നാണ്ടാന്ന് തോന്നുന്നു. എന്തുകൊണ്ടോ വിളിച്ചു പറഞ്ഞോണ്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവനെ ഇങ്ങനെ കാല് വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എത്ര വർഷം കഴിയുമ്പോൾ കഴിക്കുന്നറിയില്ല. ഇത് സജി തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവന്ന കേട്ടോ. സജിയുടെ സ്വന്തക്കാരുടെ വീടുണ്ട് തിരുവനന്തപുരത്ത്. അവിടെ നിന്ന് കൊണ്ടുവന്ന അവൻ്റെ പറമ്പിൽ നടാൻ 2-3 കൊണ്ടുവന്നു. അതിനകത്ത് എനിക്കൊരെണ്ണം തന്ന കേട്ടോ. എന്നോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ടല്ലോ. അല്ലേ നട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ സുന്ദര കുട്ടപ്പനായിട്ട് ഉണ്ടായിരിക്കും കേട്ടോ, നിറച്ചുണ്ടായിരിക്കും. ചൂട് നമുക്ക് കത്തിക്കുന്നുണ്ട് കളയാം. അപ്പോൾ അപ്പം ഞാൻ അവിടെ നിന്നുകൊണ്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ പറമ്പിപ്പണിയും വീഡിയോ എടുക്കിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു അപ്പം ഞാനിത് പഴം ഉണ്ടാകുമ്പോൾ തരത്തിരുന്നത്. അതുവരെ ഞാൻ ഒരു കാടുമോ കൊച്ചേന്ന് പറഞ്ഞവിടെ കുട്ടി ഇരിപ്പുണ്ട്. അപ്പോൾ സജിയൊക്കെ അവിടെ പണിയുന്നുണ്ട്. ഞാൻ നട്ടു. അപ്പോൾ ഈ വേലിച്ചീരകളെ സൈഡിൽ കൂടെ ഒന്ന് കുത്തിക്കൊടുക്കണം കേട്ടോ. മഞ്ചാടി കുഞ്ഞേട്ടാ കേട്ടോ, ചുമ്മാ വഴക്കുണ്ടാക്കോ വന്നത് കേട്ടോ. ഹെൽമെറ്റ് വെച്ചേക്കുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങളാരും മുഖം അറിയാതിരിക്കാൻ. പക്ഷെ മുഖമൊക്കെ കാണും, ഞാൻ സൂം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ? കണ്ണൂട് മുഴിപ്പിച്ച് നോക്കുക. ചേട്ടായി പറയും ഒരു പാവമാണ് ഇത്. പക്ഷെ റൗഡിയാണ് കേട്ടോ ഈ ഉപ്പുകാരല്ലേ. മതി, അത്ര പറഞ്ഞാൽ മതിയോ? അത്ര പറഞ്ഞാൽ മതിയോ? വേണ്ട അപ്പച്ചൻ ചേട്ടനും അപ്പം എനിക്ക് ചുമയാ എൻ്റെ കുഞ്ഞൻ ചേട്ടാ. അതുകൊണ്ട് 2 മാസം തൊഴിലുറപ്പിനൊന്നും ഇല്ല ഈ വയ്യാതെ തിരുമുന്നുകൊണ്ട്. എൻ്റെ ദൈവമേ, അത് ഞാൻ ചത്തുപോതില്ലേ? ആ എൻ്റെ മാതാവേ,
അന്നേരം പിന്നെ ഇനി പിന്നെ മീതി വെക്കാനൊന്നും കാണത്തില്ല. ഞാനിവിടെ ഷെയർ കൂടി കഴിഞ്ഞാൽ ഷെയർ കൂടിയാൽ മതി. ഇത് ചേട്ടായി കാണും. സിറ്റിയിലോട്ട് ചെല്ലു കേട്ടോ. പറമ്പിലിറങ്ങി ഇതൊക്കെ ഒന്ന് നട്ടു വെച്ചു. പിന്നെ വേലിച്ചീരതേ കുഞ്ഞേട്ടൻ പോവാ കേട്ടോ, വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട്. ചുമ്മാ പാവോ കേട്ടോ, വെറും പാവോ. ചേട്ടായുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ് കേട്ടോ. ചീര നട്ട കണ്ടോ, ഇങ്ങനെ വേലിച്ചീര സൈഡിൽ വരെ അങ്ങ് വരെ നട്ടു വെച്ചു കണ്ടോ. ഇനി ഇത് കിളുത്ത് പൊങ്ങി വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളുടെ കുമാരി ചേച്ചി വന്നിട്ടുണ്ട്. ഞാൻ അത് നട്ടപ്പോഴത്തേന് കുമാരി ചേച്ചി വന്നു. ഇത് നമ്മൾ അവിടെ നിന്ന് പറിച്ചതാണ് കേട്ടോ, പക്ഷെ അത് ഉണങ്ങിപ്പോയി, ഭയങ്കരമായിട്ട് ഉണങ്ങിപ്പോയി. അപ്പോൾ കുമാരി ചേച്ചി ഒരു സാധനം നട്ട് വരാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇത് എന്നാണെന്നറിയോ, ഇത് നമ്മൾ അന്ന് എറണാകുളത്ത് പോയപ്പം നമ്മൾ റാണി ചേച്ചിയുടെ അവിടുന്ന് കൊണ്ടുവന്ന സംഭവമാണ് കേട്ടോ. എന്നാണെന്നറിയോ, ഇതെന്നായിരുന്നു കസ്തൂരി മഞ്ഞൾ. അതിൻ്റെ കൂടെ ഞാൻ ചുമ്മാ ഒരു അരൂതയും കൂടെ നട്ടു വെച്ചാൽ കേട്ടോ. അപ്പം നമുക്കത് അവിടെ നട്ടു വെക്കാം. അടിപൊളി. അപ്പം നമ്മുടെ ഈവനെ നമുക്ക് അവിടോട്ട് നടാം. ഒരു അരൂതയും ഒരു ഇതുമൊക്കെ നിൽക്കുന്നത് നല്ലതല്ലേ അല്ലേ. കർഷകശ്രീ ഇന്ന് ജൂൺ 5 ഇന്ന് എന്നാ കുമാരിച്ചേച്ചി ഇന്ന് പ്രത്യേകത? ജൂൺ 5 പരിസ്ഥിതി ദിനം. അപ്പോൾ ഒരു തയ്യൽ അതെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന തയ്യ ഒരുത്തരം എനിക്ക് കൊണ്ട് തന്നത് രാവിലെ. അല്ല പിന്നെ മുള്ളാത്തയാന്ന് മുള്ളാത്ത. ഞങ്ങൾ പരിസ്ഥിതി ദിനമായിട്ട് ഞങ്ങൾ മൊത്തം നടുവാ, കൃഷിയല്ല. അയ്യോ ഇത് നല്ല അയലൊക്കെ അതെ. ഒരു ദിവസം ശമ്പളം മേടിച്ചോടാന്ന് കേട്ടോ, കുമാരി ചേച്ചിയോടാ. ഒരു ദിവസം ശമ്പളം മേടിച്ചോളാന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ആശോ എന്നാണ്ട് സാധനം കൊണ്ട് മുമ്പേ ഞാൻ കേട്ടു ഒച്ച വിളിച്ചു. കത്രികയൊക്കെ ചാണകി പിടിപ്പിന്ന അത് കവർ പൊട്ടിക്കണ്ടേ? എന്നാ കത്തി എടുത്തുണ്ട്. അത് കസ്തൂരി മഞ്ഞൾ, അത് എറണാകുളത്ത് നിന്ന് കൊണ്ടുവന്നോ കസ്തൂരി മഞ്ഞൾ. അന്ന് ഞങ്ങൾ ഒരു വർഷം മുമ്പ് പോയപ്പോൾ. അല്ല അത് ശരിക്കും നല്ലതല്ലേ കസ്തൂരി മഞ്ഞൾ. അപ്പോൾ പ്ലാസ്റ്റിക്കൊക്കെ ഇത് എടുത്ത് കളഞ്ഞ് കുമാരി ചേച്ചിക്ക് സരോമയുടെ ഊര് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നാന്ന് വെച്ചാൽ സരോമ എങ്ങനെയാണ്, ഒരു കുഞ്ഞു സാധനമാണെങ്കിലും അമ്മയ്ക്ക് ഒന്ന് നട്ട് പിറക്കിയൊക്കെ വെച്ച് അതൊന്ന് പറിച്ചൊക്കെ എടുക്കുന്ന ഒരു സന്തോഷമാണ് ഭയങ്കര. പാവം എന്നൊക്കെ ഇളകി നിൽക്കണമെന്ന്. അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേനും വല്ല ഇഞ്ചിയും ചേനയൊക്കെ ഉപ്പറക്കാൻ പോകുമ്പോൾ വല്ല ചേട്ടാട് ചോദിച്ചിട്ട് ഇല്ലെന്നാണ് പറഞ്ഞത്. വിത്തിഞ്ചി ഒന്നും ഉണ്ടായിരുന്ന വിത്തിഞ്ചി ഒരു ഭയങ്കര വിലയാണ് ഇഞ്ചിക്ക്. ഇച്ചിരി വിത്തിഞ്ചി മേടിച്ചിട്ട് ഇഞ്ചിയോ ചേനയോ ഒക്കെ നടാനാണ് എനിക്കും ഭയങ്കര ഇഷ്ടം. നമുക്ക് തന്നെ പറിച്ചെടുക്കുകയും ചെയ്യാം. പിന്നെ സജി പറഞ്ഞിട്ടുണ്ട് വാഴ പിരിക്കുമ്പോഴത്തേനും 2 തൈയൊക്കെ വെച്ച് തരാമെന്ന്. അല്ല വാഴ പിരിക്കുമ്പോഴേ 2 തൈയൊക്കെ വെക്കാമെന്ന്. ഇത് ഞാലിപ്പൂന, നിങ്ങളുടേത് ഞാലിപ്പൂന. നല്ല വെയിലാണ് കേട്ടോ. ജൂൺ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എപ്പോഴാണ് പെയ്യുന്നതെന്ന് അറിയത്തില്ല. നിൽക്കുന്ന ഇപ്പം പെയ്യും. അപ്പം പിന്നെ മുള്ളാത്ത ഉണ്ടാകുമ്പോൾ 2 കാ തരാം കേട്ടോ. പഴുപ്പിച്ച് ഇതിനായിട്ട് 2 കാ കൊടുക്കാം. അതൊന്നും പറയാൻ പറ്റത്തില്ല, ഇത് 2 വർഷം കൊണ്ട് കായ്ക്കും. അപ്പം എനിക്ക് മുട്ട പണി വരാൻ പറ്റുമെന്നാണോ? ഒരു കാച്ചിൽ നടാന്ന് പറഞ്ഞുകൊണ്ട് കാച്ചിലടുപ്പിച്ച് ഇപ്പം പറയാ കരിയില പോയി വരിക്കൊണ്ട് വരണ്ട അവിടുന്ന്. അല്ലേ ഇതിനാണ് ശമ്പളം കൊടുക്കണമെന്ന് ചേച്ചി പറഞ്ഞേ. അപ്പം കരിയില ഇട്ടിട്ട് വെച്ചാലേ നന്നാകത്തുള്ളൂ. ഞാൻ കരിയിലൊന്നും ഇടാൻ നട്ടാ. ഇത് ഏതാ പറിക്കുമ്പം കൂടുതൽ കാണുന്നതെന്നൊന്ന് നോക്കണം. ഇപ്പുറത്തേത് സിന്ധുവിൻ്റെ, അപ്പുറത്തേത് കുമാരിയുടേത്. വേണ്ട സജിയിലൂടെ പോയി കരിയില മരിക്കൊണ്ട് വന്നിട്ടുണ്ട്. കാച്ചിലും അവരുടേത്, കരിയില അവരുടേത്, നടുന്നതും അവർ. ഇച്ചിരി മണ്ണിട്ട് കൊടുക്കുക. ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ഇച്ചിരി ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക അല്ലേ? ഇല്ല, ഒറ്റ വെക്കുവാണോ? കിളുത്ത് പോയി. അവിടെ പറിച്ച് വെച്ചിരുന്ന കേട്ടോ നടാൻ വേണ്ടിയിട്ട്. ഈ പറഞ്ഞവർക്ക് അവിടെ അവനെല്ലാം പണിയും കഴിഞ്ഞിട്ട് ഒരു പറമ്പി പണി അങ്ങ് തുടങ്ങും. അന്നേരം ഇതെല്ലാം നീറ്റാക്കത്തുള്ളൂ. കല്ലുണ്ടല്ലേ ഇടയ്ക്കൂടെ. അപ്പം ഞങ്ങളുടെ കൃഷിയൊക്കെയും ചെയ്തു. അടുത്ത പ്രാവശ്യം പറിക്കുമ്പോൾ ആരുടേതായിരിക്കുമോ കൂടുതലുണ്ടാകുന്നതെന്ന് നോക്കണം. ഞാൻ അപ്പുറത്തെ ഇപ്പുറത്തേയും പേരെഴുതി എവിടെയെങ്കിലും ഒട്ടിച്ചു നോക്കും. 2 ബോർഡ് പണ്ട് നമ്മൾ സംഘത്തിൻ്റെ പറമ്പിപ്പണി ചെയ്യലായിരുന്നോ, എന്നിട്ട് പേരെഴുതി വെക്കലായിരുന്നോ ബോർഡ്.
ഒരെണ്ണം അമ്മൂൻ്റെ ആയിരുന്നു ഞങ്ങളുടെ സംഘത്തിൽ വെക്കുന്നത് അമ്മയ. എന്നിട്ട് ആദ്യം പൈസ കിട്ടിയതൊക്കെ അമ്മയുടെ ഗ്രൂപ്പുകാർക്ക് ഞങ്ങൾക്കായിരുന്നു. എൻ്റെ ദൈവമേ. അപ്പോൾ കാശിനും നട്ടു, അതും നട്ടു കേട്ടോ. എന്താ വളമില്ലല്ലേ ചേച്ചി, നമ്മൾ മണ്ണെടുത്തിട്ട മണ്ണായോണ്ട്. വല്ല ആ വിനുവിൻ്റെ അവിടെ പോയാൽ ഇച്ചിരി ആട്ടുംകാട്ട പാടിക്കൊണ്ട് വരാമെന്നൊക്കെ ചേട്ടായി പറയുന്നുണ്ടായിരുന്നു എസ്റ്റേറ്റിൻ്റെ. അയ്യോ എരിപൂരിയും വില കേട്ടോ. എന്നിട്ട് നിൽക്കുന്നു ഇപ്പം മഴയാകും. നമുക്കിവിടെ ഒരു പ്രശ്നമാണ്. ഞാൻ അവിടെ വണ്ടി ഇന്നലെ വന്നത് ലോറി വന്നിട്ട് അവിടെ താന്നു പോയി, അതാ ഒരു പ്രശ്നം. ആ അടിപൊളി സൂപ്പർ. അപ്പോൾ അതിനും സെറ്റാക്കി എല്ലാം റെഡി. നമ്മളൊരു പേരുള്ള തയ്യാണ് ഇവിടെ നടുന്നേ. ഈ പരിസ്ഥിതി ദിനമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരു പാട്ടൊക്കെ പാടി ഒരു തൈ അങ്ങ് നടാം. അല്ല പിന്നെ ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. തന്നെ പാടി തന്നെ കൊട്ടുകയും ചെയ്തു കേട്ടോ. ആ അടിപൊളി അടിപൊളി നല്ല പാട്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഇഷ്ടം പോലെ ഉണ്ടാവട്ടെ അല്ലേ, ഇഷ്ടം പോലെ കിളിയൊക്കെ വന്നിരിക്കാനും അല്ലേ. ഇത് പേരക്കൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ കിളികൾക്കൊക്കെ വന്ന് കൊട്ടൊക്കെ ആകും. അതെ ശരിയാ. എന്നാ ഞാൻ പോകുക. എന്നാ ശരി. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസത്തെ നമ്മുടെ എന്നാ പറയുന്നത് പണികളെല്ലാം കഴിഞ്ഞ് കുളിച്ച് സന്ധ്യാവിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് ഭഗവാനോട് കുറേയധികം കാര്യങ്ങളുണ്ടായിരുന്നു പറയാൻ വേണ്ടിയിട്ട്. ഭഗവാന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് കേട്ടോ. അപ്പം ഈ സന്ധ്യ മയങ്ങി നന്നായിട്ട് ഇരുട്ടി. സമയം 6:45 കേട്ടോ. 6:45. അപ്പം മഴ ഇല്ലായിരുന്നു, പകലൊന്നും മഴയില്ലായിരുന്നു. ഇപ്പം മഴ ചാറി നിൽക്കും കേട്ടോ. ഭയങ്കര ഇടി കുടുങ്ങുമായിരുന്നു ശാലം മുമ്പേ. നന്നായിട്ട് മഴക്കാറും എല്ലാം കയറി കണ്ടോ. അപ്പം മഴക്കാലം തുടങ്ങുന്നതിൻ്റെ ഒരു ഇതാണെന്ന് തോന്നുന്നു. ഭയങ്കര ഇടിയായിരുന്നു. ഇപ്പോൾ ഉഷേജി വിളിച്ചു കേട്ടോ. ഉഷേജി വിളിച്ച് പറഞ്ഞു നല്ല മഴയായിരുന്നു മുണ്ടൊക്കെ അത്. അപ്പം കണ്ടോ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി ചേട്ടായി വരണം. ചേട്ടായി വന്നിട്ട് കുളിക്കണം, എന്തെങ്കിലും ഫുഡ് കഴിക്കണം, കിടക്കണം. ഇത്രയേ ഉള്ളൂ പരിപാടികൾ. ഇന്നത്തെ പരിപാടികളെല്ലാം ദൈവം ഇത്ര ഭംഗിയായിട്ടാണ് നമ്മൾ ഓരോ ദിവസവും ദൈവം കാത്തു പരിപാലിക്കുന്നതല്ലേ. ഒന്ന് ഓർത്ത് നോക്കി. നമ്മൾ എന്തെങ്കിലും എന്നതിനാ തമ്പുരാനോട് എപ്പോഴും നമ്മൾ ചെല്ലുന്നത്. തമ്പുരാൻ്റെ അടുത്ത് നമ്മൾ ഒട്ടുമിക്കവരും ഓടിപ്പോകുന്നത് എന്തിനായിരിക്കും അറിയാം, നമ്മുടെ ആവശ്യങ്ങളും പരാതികളും ആവലാതികളും ഒക്കെ പറയാനല്ലേ. പക്ഷേ ദൈവം നമ്മളെ എന്തേരം കാത്തു പരിപാലിക്കുന്നത് നമ്മളാരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ അല്ലേ? സത്യം പറഞ്ഞാലേ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു ഓർമ്മ വന്നതെന്നറിയാം. ഇന്നലെ എനിക്ക് ഞങ്ങൾ നേരത്തെ കേട്ടിട്ടുള്ള കാര്യമാണ്. ഇന്നലെ എനിക്ക് വാട്സപ്പിൽ എൻ്റെ ഒരു ഏറ്റവും സ്നേഹവും ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഫ്രണ്ട് അയച്ചു തന്നു വരുന്നതാണ്. നമ്മുടെ APJ അബ്ദുൽ കലാം സാറിൻ്റെ ഒരിതാണ്. നമ്മൾ രാവിലെ ഉണരുമ്പോൾ 5 കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കരുതണം. എന്തൊക്കെയാണെന്നറിയാമോ? അപ്പം ആ 5 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയട്ടെ. ഞാൻ പെർഫെക്റ്റാണ്, ഒന്നാമത്തെ കാര്യമാണ് കേട്ടോ. ഞാൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ പറയണം. അടുത്തത് എനിക്കത് സാധിക്കും, രണ്ടാമത്തേതാണ് കേട്ടോ. എനിക്കത് സാധിക്കും. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഓർക്കും ഞാൻ ഇന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് ഓക്കെ ആക്കും. ഇല്ലെങ്കിൽ നമ്മളൊരു രോഗിയെ കാണാൻ പോകും, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കോട്ടയം വരെ പോവാണ്. അവിടെ പോയാൽ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടാണ് പോകുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഏതാണ് ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ നമ്മുടെ മനസ്സിലൊരു നമ്മൾ തന്നെ ഒരു തീരുമാനം എടുക്കും. എനിക്കത് സാധിക്കും, ഞാനത് ഉറപ്പായിട്ടും ചെയ്തിരിക്കും, അങ്ങനെ മനസ്സിൽ. രണ്ടാമത് പിന്നെ മൂന്നാമത് ദൈവം എൻ്റെ കൂടെ ഉണ്ട് എപ്പോഴും. അങ്ങനെ അതും കൂടെ മനസ്സിൽ വിചാരിക്കണം. ശരിയാണ്, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, പിന്നെ നമ്മൾ വല്ലതും പേടിക്കാനുണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ ദുഷ്ടത്തരങ്ങളും കാര്യങ്ങളും ചെയ്യണമെന്നല്ല കേട്ടോ. നമ്മൾ തമ്പുരാൻ്റെ ഒരു കരവലയത്തിലാണെങ്കിൽ നമ്മൾ പേടിക്കണ്ട, നമ്മൾ സുരക്ഷിതയാണ്. അങ്ങനെ പിന്നെ 4. അപ്പം ഞാൻ 4ാമത്തെ കാര്യം പറയാനായിട്ട് തുടങ്ങിയപ്പോൾ പിന്നെ അമ്മൂൻ്റെ കോള് വന്നു കേട്ടോ. ആദ്യം ഞാൻ കട്ടാക്കി വിടാൻ തുടങ്ങിയതാണ്, വീഡിയോ എടുക്കുമല്ലേ എന്നത്. പിന്നെ ഞാൻ അങ്ങ് എടുത്തേച്ച് ചിലപ്പോഴുണ്ടല്ലോ കൊച്ചായിരിക്കും വീഡിയോ കോൾ വിളിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പിന്നെ കട്ടാക്കി വിട്ടില്ല, അങ്ങ് എടുത്താണ് കേട്ടോ. അപ്പം 4ാമത്തെ കാര്യം എന്താണെന്നറിയോ? 4ാമത്തെ കാര്യം ഞാനായിരിക്കും എപ്പോഴും വിജയി. നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് വേറെ എന്തെങ്കിലും നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലേ.
അതുപോലെ തന്നെ ഇന്നാണ് എൻ്റെ ദിവസം. ഇന്ന് എൻ്റെ ദിവസമാണ്, ഞാൻ വിജയിക്കേണ്ട ദിവസമാണ്, എൻ്റെ കൂടെ ദൈവമുള്ള ദിവസമാണ്. എല്ലാ കാര്യത്തിനും ഈ ഒരു 5 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് സ്റ്റാറ്റസ് ഇടും. എൻ്റെ മനസ്സിനകത്ത് എനിക്ക് ഇത് തോന്നുന്നത് എൻ്റെ വാട്സപ്പിനകത്ത് സ്റ്റാറ്റസ് ഇടും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും ആൾക്കാരൊക്കെ കണ്ടിട്ട് പറയും, സിന്ധുവിന് ഇങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ, ഇഷ്ടമാണല്ലോ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് ഒരു കുഞ്ഞു കാര്യമാണെങ്കിലും നന്മ നമ്മുടെ മനസ്സിലൊരു സന്തോഷം കിട്ടുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കതൊരു മറ്റൊരാൾക്ക് കൂടെ ഒരു ഉപകാരപ്രദമാകുന്ന വാക്കുകൾ, അത് പിന്നെ പറയണ്ടല്ലോ. APJ അബ്ദുൽ കലാം സാറും അതുപോലെ തന്നെ അതേപോലെ ഒത്തിരി 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 പ്രമുഖരുടെ ഓരോ ഇതുണ്ട്, ഓരോ വാക്കുകൾ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ നല്ല സ്ട്രോങ് ആക്കുകയും അതുപോലെ തന്നെ നല്ല പോസിറ്റീവ് എനർജി ആക്കുകയും ഒക്കെ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടിയാൽ ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്കിത് പറയണമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ഇട്ട് തരുന്ന എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷം, ഒത്തിരി സ്നേഹമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടില്ലേ. കുമാരി ചേച്ചി വന്ന് അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് നട്ട് പെറുക്കിയൊക്കെ തന്നു. ഞാൻ നടുത്തപ്പോൾ എന്നോട് ചോദിച്ചു, നിനക്ക് എന്നെ വിളിച്ചാൽ പോരായിരുന്നോ, നീ എന്തിനാ തുമ്പ എടുത്ത് കുഴിച്ച് ഇതാക്കി ചുമയില്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് വന്ന് പിന്നെ ദാരൂതയും എന്നാ പറയുന്നത് ഇതൊക്കെ നട്ട് തന്നു. എന്നിട്ട് നല്ലൊരു പാട്ടൊക്കെ പാടി ഇഷ്ടപ്പെട്ടില്ലേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അത്രേ ഉള്ളായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടത്തിൽ ആ വെല്ലോട്ടോട് ഒന്നിടിച്ചു പിടിച്ചാൽ കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.